السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنبنا كله، دقه وجله وأوله وآخره وعلانيته وسره. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. نستغفر الله الذي لا إله إلا هو الحي القيوم ونتوب إليه. اللهم اغفر لنا خطيئتنا وجهلنا وإسرافنا في أمرنا. اللهم اغفر لنا جدنا وهزلنا وخطأنا وعمدنا وكل ذلك عندنا. اللهم اغفر لنا ما قدمنا وما أخرنا، ما أسررنا وما أعلنا وما أنت أعلم به منا. أنت المقدم وأنت المؤخر وأنت إلهنا وأنت على كل شيء قدير. أما بعد. സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം ബിൻ തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അൽ അഖീദത്തു അൽ വാസിത്തിയ്യയിൽ അള്ളാഹുവിൻ്റെ സിഫത്തുകളിൽ, അവൻ്റെ വിശേഷണങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട റബ്ബിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ചാണ്, ആ ഭാഗമാണ് നമ്മൾ വായിച്ചു വരുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹ് പറയുന്നു, വഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഹഖുല്ലാഹു ഇലാ റജുലൈൻ യഖ്തുലു അഹദുഹുമൽ ആഖർ യദ്ഖുലാനിൽ ജന്നഹ് മുത്തഫഖുൻ അലൈഹി. വഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിൽ വന്നിട്ടുള്ളതുപോലെ യദ്ഹഖുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ചിരിക്കുന്നതാണ്. ഇലാ റജുലൈൻ, രണ്ടു പേരോട്. യഖ്തുലു അഹദുഹുമൽ ആഖർ, യഖ്തുലു കൊലപ്പെടുത്തും, അഹദുഹുമ അവരിലൊരാൾ, അൽ ആഖറ മറ്റേയാളെ, യദ്ഖുലാനിൽ ജന്ന എന്നിട്ട് പിന്നീട് രണ്ടുപേരും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അല്ലാഹു അക്ബർ. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ രണ്ടു പേരോട് ചിരിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നോക്കൂ, ഈ ഹദീസിൻ്റെ ബാക്കി നമുക്ക് ഹദീസിൻ്റെ കിതാബുകളിൽ കാണാം. അതായത് ആരാണ് ഈ രണ്ടു പേർ? അതായത് ഒരാൾ മറ്റേ ആളെ കൊലപ്പെടുത്തുന്നു, എന്നിട്ട് രണ്ടുപേരും പിന്നീട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നു എന്ന് പറയുന്നത്. അതായത് ഹദീസിൻ്റെ ബാക്കിയിൽ നമുക്ക് കാണാം, ഇത് ഒരാൾ ഒരു മുസ്ലിമിനെ കൊലപ്പെടുത്തുന്ന രംഗമാണ്. കൊലയാളി ആ സമയത്ത് ഒരു കാഫറാണ്. കൊല്ലപ്പെട്ടയാൾ മുസ്ലിമാണ്. ഇസ്ലാമിനു വേണ്ടി ഇസ്ലാമിൻ്റെ പോരാട്ടങ്ങളിലൊന്നിൽ അയാൾ ഷഹീദായി കൊല്ലപ്പെടുന്നു. ഷഹീദ് സ്വർഗം വാഗ്ദാനം നൽകപ്പെട്ട പ്രധാനപ്പെട്ട സൽക്കർമ്മങ്ങൾ ചെയ്ത ഒരു കൂട്ടരാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ, ഫലാ തഹ്സബന്ന അല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ فرحين بما آتاهم الله من فضله واستبشرون بالذين لم يلحقوا بهم من خلفهم ألا خوف عليهم ولا هم يحزنون. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ നീ മരിച്ചുപോയവരെന്ന് വിചാരിക്കരുത്. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, മറിച്ചവർ അള്ളാഹുവിൻ്റെ അരികിൽ റിസ്ക് നൽകപ്പെടുന്ന ജീവിച്ചിരിക്കുന്നവരാണ്. ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹ്, അള്ളാഹു അവർക്ക് നൽകിയതിൽ സന്തോഷിക്കുന്നവരാണ്.
വസ്തബ്ശിറൂന ബില്ലദീന ലം യൽഹഖു ബിഹിം മിൻ ഖൽഫിഹിം, അവർക്ക് പിന്നാലെ വരുന്ന പിന്നീട് ഷഹീദാകാനിരിക്കുന്ന ആളുകളെക്കുറിച്ച് സന്തോഷം പറയുന്ന ആളുകളാണ്. അവർക്ക് പേടിക്കാനില്ല, ദുഃഖിക്കാനില്ല എന്നത്. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ മുഹദ്ദിസുകൾ ഉദ്ധരിച്ചിട്ടുള്ള പ്രസിദ്ധമായ ഹദീസാണ്. മുഫസ്സിറുകൾ അവരുടെ തഫ്സീറുകൾ കൊണ്ടുവന്നിട്ടുള്ള ഹദീസാണ്. ഷഹീദിൻ്റെ റൂഹ് അത് പച്ച നിറങ്ങളിലുള്ള പക്ഷികളുടെ ശരീരത്തിലായി സ്വർഗത്തിൽ പാറിപ്പറക്കുന്നതാണ്. അത് അള്ളാഹുവിൻ്റെ അർശിന് കീഴിൽ എന്നിട്ട് വന്ന് അണയും ഈ പക്ഷികൾ. അവർ അള്ളാഹുവിനോട് ആവശ്യപ്പെടുക, അള്ളാഹുവിനോട് ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് ദുനിയാവിൽ തിരിച്ചു പോകണം, എന്നിട്ട് ഒന്നുകൂടി ഷഹാദത്ത് നേടി രക്തസാക്ഷിത്വം നേടി ഇങ്ങോട്ട് വരണം. റബ്ബ് അവരോട് പറയും, ഞാൻ വിധിച്ചിട്ടുള്ള കാര്യമാണ്, ദുനിയാവിൽ നിന്ന് ഇങ്ങോട്ട് വന്നവർ മരണപ്പെട്ടവർ ദുനിയാവിലേക്ക് തിരിച്ചു പോവുകയില്ല എന്ന്. ഇത് ശുഹദാക്കളുടെ ഉന്നതമായ സ്ഥാനം അറിയിക്കുന്ന ഹദീസാണ്. എന്നാൽ സുബ്ഹാനല്ലാഹ്, മറ്റൊരു ഹദീസിൽ ഇങ്ങനെ പക്ഷികളുടെ ശരീരങ്ങളിൽ മരണത്തോടെ റൂഹ് പ്രവേശിക്കും, എന്നിട്ട് സ്വർഗത്തിൽ ആ റൂഹുകൾ ഉണ്ടാകും എന്നത് ഷഹീദുകളെ കൂടാതെ എല്ലാ മുഅ്മിനുകളെക്കുറിച്ചും വന്നതായി മറ്റൊരു ഹദീസിൽ വന്നിട്ടുണ്ട്. ഷഹീദുകളുടെ ദറജ തീർച്ചയായും അതുന്നതമാണ്, അവർക്ക് ഉള്ള സ്ഥാനം വലുതാണ്. അവർ പക്ഷികളുടെ ശരീരങ്ങളിൽ ആത്മാക്കളായി പാറിപ്പറക്കുന്നത് അതിനേക്കാൾ ഉന്നതമായ രൂപത്തിലാണ്. പക്ഷേ ശ്രദ്ധിക്കുക, ഓരോ മുഅ്മിനിൻ്റെ റൂഹും മരണത്തോടെ പക്ഷികളുടെ ശരീരങ്ങളിലായി സ്വർഗത്തിൽ ആയിരിക്കുമെന്നും ഹദീസുകളിൽ വന്നിട്ടുണ്ട്, മുഅ്മിനുകളുടേത് എന്നർത്ഥത്തിൽ. മാത്രമല്ല ഹദീസിനൊരു പ്രത്യേകതയുണ്ട്. അത് വന്ന ഹദീസിനൊരു പ്രത്യേകതയുണ്ട്. എന്താണത്? ആ ഹദീസിൻ്റെ സനദിൽ അഹ്ലുസുന്നത്തിൻ്റെ അഇമ്മത്തിൽ 3 പേർ ഒരുമിച്ചിരിക്കുന്നു. ആ ഹദീസിൻ്റെ സനദ് ഇമാം അഹ്മദ് ആ ഹദീസ് ഉദ്ധരിക്കുകയാണ്. ആരിൽ നിന്ന്? ഇമാം ഷാഫിഈയിൽ നിന്ന്. ഇമാം ഷാഫിഈ ഇമാം മാലിക്കിൽ നിന്ന്. അഹ്ലുസുന്നത്തിൻ്റെ അഇമ്മത്തിൽ 3 പേർ യോജിച്ചു വന്ന സനദാണ് ആ സനദ്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ ആ സനദിനെ വലിയ പ്രശംസ പറയുകയുണ്ടായി. വളരെ ഷരീഫായ, വളരെ ഉന്നതമായ, അങ്ങേറ്റം മഹത്വം നിറഞ്ഞ സനദാണിത്. കാരണം ആ സനദിൽ 3 അഇമ്മ, ഇമാം അഹ്മദ്, ഇമാം ഷാഫിഈ, ഇമാം മാലിക് റഹിമഹുമുല്ലാ, അവർ 3 പേരും വന്നിരിക്കുന്നു. ആ ഹദീസിലെ വിഷയമാകട്ടെ എന്താണ്? ഒരു മുഅ്മിൻ മരണപ്പെട്ടാൽ അവൻ്റെ റൂഹ്, അവൻ്റെ ആത്മാവ് പക്ഷികളുടെ ശരീരങ്ങളിലായിക്കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നോക്കൂ, മുഅ്മിൻ അവൻ മരണത്തോടെ ഈ അർത്ഥത്തിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ഈ അർത്ഥത്തിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ബർസഖ് ജീവിതത്തിൽ തന്നെ ഒരാൾക്ക്, അയാൾ സ്വർഗവാസിയാണെങ്കിൽ സ്വർഗത്തിൻ്റെ അനുഭൂതികൾ അവൻ്റെ ഖബറിലേക്ക് വന്നു ചേരും. നരകവാസിയാണെങ്കിൽ നഊദു ബില്ലാഹ്, നരകത്തിൻ്റെ അങ്ങേയറ്റം മോശമായ വേദനകൾ, അവിടെയുള്ള ചൂടിൻ്റെ, തീയിൻ്റെ അതിൻ്റെ പ്രതിഫലനങ്ങൾ അവൻ്റെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഏതൊരു ഖബറും ഒന്നുകിൽ റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന, അല്ലെങ്കിൽ ഹുഫറത്തുൻ മിൻ ഹുഫറിന്നാർ. ഒന്നുകിൽ സ്വർഗത്തോപ്പുകളിൽ ഒരു തോപ്പായിരിക്കും, അല്ലെങ്കിൽ നരകക്കുഴികളിൽ ഒരു കുഴിയായിരിക്കും. ഏത് ഖബറും, ഇതല്ലാതെ ഒരു ഖബറും ഇല്ല. മരണത്തോടെ ഒരു മനുഷ്യൻ്റെ പരലോക യാത്ര ആരംഭിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിലുള്ളതുപോലെ, അൽ ഖബ്റു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഖബർ പരലോകത്തെ ഇടച്ചാവളങ്ങളിൽ, പരലോക യാത്രയിൽ ഇറങ്ങാനുള്ള ഇടങ്ങളിൽ ഒന്നാമത്തെ ഇടമാണ്.
അവിടെ ഒരാൾ രക്ഷപ്പെട്ടാൽ അങ്ങോട്ട് രക്ഷയാണ്, അവിടെ ഒരാൾ പരാജയപ്പെട്ടാൽ അങ്ങോട്ടുള്ളത് അതിനേക്കാൾ മോശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏത് ഭീകരമായ കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ടോ വൽ ഖബ്റു അഫ്ദഉ മിൻ, ഖബർ അതിനേക്കാളെല്ലാം ഭീകരമായ കാഴ്ചയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, പറഞ്ഞു വന്നത് ഷഹീദുകളെ കുറിച്ചാണ്. ഷഹീദ് സ്വർഗത്തിലാണ് എന്നതിൽ സംശയമില്ല. പക്ഷേ ഷഹീദ് ആരാണ് യഥാർത്ഥത്തിൽ? ഷഹീദ് അത് അള്ളാഹുവിൻ്റെ കെലിമത്ത് ഉന്നതമാക്കാൻ വേണ്ടി പോരാടിയ ആളുകൾ മാത്രമാണ്. ഷഹീദ് എന്നത് കേവല അവകാശവാദങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല. സുബ്ഹാനല്ലാഹ്, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജനങ്ങൾ ഷഹീദാണെന്ന് വിചാരിച്ചിരുന്ന പലരും ഷഹീദായിട്ടില്ല എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധം കഴിഞ്ഞ് വരുന്നതിനിടയിൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ കഴുത്തിലൊരു അമ്പേറ്റ് കൊല്ലപ്പെടുകയാണ്. കഴുത്തിലൊരു അമ്പേറ്റ് കൊല്ലപ്പെടുകയാണ്. ആളുകൾ പറഞ്ഞു സ്വർഗം ലഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ല, അയാൾ യുദ്ധാർജിത സ്വത്ത് വീതം വെക്കുന്നതിന് മുൻപ് കട്ടെടുത്ത ഒരു പുതപ്പ്, ശ്രദ്ധിക്കണം നിങ്ങൾ, വില കൂടിയ എന്തെങ്കിലും വസ്തുവല്ല, ഒരു പുതപ്പ് തീയായി അവൻ്റെ മേലെ ആളിക്കച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഒരാൾ ധീരമായി പോരാടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ ഫിന്നാർ എന്ന് പറഞ്ഞു. എല്ലാവരും കേട്ടിട്ടുള്ള ഹദീസാണ്. ഒരാൾ പിന്നാലെ പോയി അയാൾ അവസാനം ആത്മഹത്യ ചെയ്യുകയാണ്. ജനങ്ങൾ വലിയ ധീരമായി പോരാടുമെന്ന് വിചാരിച്ച ഒരാൾ, അയാൾക്ക് യുദ്ധത്തിൽ പറ്റിയ ഒരു പരിക്ക് സഹിക്കാതെ വന്നപ്പോൾ അയാൾ വാൾ കുത്തനെ വെച്ച് അതിന്മേൽ അമർന്ന് സ്വയം ജീവൻ ഒടുക്കി. ഇത് കണ്ടയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് പറഞ്ഞു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഷ്ഹദു അന്നി റസൂലുള്ളാഹ്, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന്. അപ്പോൾ നോക്കൂ, ഇത് ആളുകൾ ഷഹാദത്ത് അവകാശപ്പെടുക എന്നതുകൊണ്ട് ഷഹാദത്ത് ഉണ്ടാകണമെന്നില്ല. മറിച്ച് അത് അള്ളാഹുവിൻ്റെ കെലിമത്ത് ഉന്നതമാക്കാൻ വേണ്ടി, അള്ളാഹുവിന് വേണ്ടി എന്താണോ ഇസ്ലാമിൻ്റെ യഥാർത്ഥ പോരാട്ടം, അതിൻ്റെ നിബന്ധനകളൊക്കെ ഒത്തു വന്നിട്ടുള്ളത്, അതിൽ പോരാടി മരിച്ച ആളാണ് യഥാർത്ഥ ഷഹീദ്. ഷഹീദുൽ മഅറക എന്ന് പറയും, യുദ്ധരണാങ്കണത്തിലെ ഷഹീദ്. അതാണ് എല്ലാ അർത്ഥത്തിലുമുള്ള ഷഹീദ്. അതേസമയം ഒരാൾ മുങ്ങി മരിച്ചാൽ, വയറിൽ എന്തെങ്കിലും അസുഖം വന്ന് മരിച്ചാൽ, തീപിടുത്തത്തിൽ മരിച്ചാൽ, ഇങ്ങനെയൊക്കെ മരണപ്പെട്ട ഒരാളുടെ മേൽ എന്തെങ്കിലും കെട്ടിടം മറിഞ്ഞു വീണ് മരണപ്പെട്ടാൽ ഇവർക്ക് ഷഹീദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന് വന്നിട്ടുണ്ട്, അൽ ഗരീഖു ഷഹീദ്, മുങ്ങി മരിച്ചവൻ ഷഹീദാണ്. എന്താണ് ആ ഷഹീദ് എന്ന് പറഞ്ഞാൽ? അത് അള്ളാഹുവിൻ്റെ ഹുക്മിൽ അവൻ ഷഹീദാണ്, അള്ളാഹുവിൻ്റെ വിധിയിൽ അവൻ ഷഹീദാണ്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവനെ സാധാരണ ആൾ മരണപ്പെട്ടതുപോലെ കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയും മറമാടുകയും ഒക്കെ ചെയ്യും. എന്നാൽ യുദ്ധരണാങ്കണത്തിലെ ഷഹീദ് അവനെ എന്തു ചെയ്യുകയില്ല, അവനെ അവൻ്റെ വസ്ത്രത്തിൽ, അവൻ്റെ രക്തത്തിൽ തന്നെ ആണ് അവനെ കഫൻ ചെയ്യുക, എന്നിട്ടാണ് അവനെ കബറടക്കുക. പരലോകത്ത് എന്ത് സംഭവിക്കും? അവൻ ഈ രക്തവുമായി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗനു ദം വറീഹു റീഹുൽ മിസ്ക്, ലൗനു ദം വറീഹു റീഹുൽ മിസ്ക്. എങ്ങനെയാണ് അവൻ വരിക? അവൻ്റെ രക്തത്തിൻ്റെ നിറം അത് അതേ നിറമായിരിക്കും, പക്ഷേ വറീഹു റീഹുൽ മിസ്ക്, ഗന്ധം മിസ്കിൻ്റെ, കസ്തൂരിയുടെ സുഗന്ധമായിരിക്കും ആ രക്തത്തിനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് അള്ളാഹുവിങ്കലുള്ള, അതുപോലെ ദുനിയാവിൽ നമ്മൾ ഷഹീദാണെന്ന് മനസ്സിലാക്കിയ ആളുകളാണ്. ഇമാം നവവി റഹിമഹുല്ലാ അദ്ദേഹം റിയാദുസ് സാലിഹീനിൽ ഈ ശുഹദാക്കളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമതൊരു ഷഹീദ് ഉണ്ട്. അതെന്താണ്? ദുനിയാവിൽ നമ്മൾ വിചാരിക്കും ഷഹീദാണ്, പക്ഷെ പരലോകത്ത് അങ്ങനെ ആയിരിക്കുകയില്ല. കാരണം ഒന്നുകിൽ അവൻ്റെ നീയത്തിൽ എന്തെങ്കിലും കലർപ്പുണ്ടാകും, അല്ലെങ്കിൽ അവൻ ശരിയായ രൂപത്തിലായിരിക്കുകയില്ല, ശരിയായ അള്ളാഹുവിൻ്റെ മാർഗത്തിലെ പോരാട്ടത്തിൽ ആയിരിക്കുകയില്ല പങ്കെടുത്തത്. ആളുകൾ അവനെ ഷഹീദാണെന്ന് വിചാരിച്ചേക്കാം. പറഞ്ഞു വന്നത്, ഷഹീദായി ഒരാൾ മരണപ്പെട്ടു, പിന്നീട് ഈ ഷഹീദിനെ കൊലപ്പെടുത്തിയ ആൾ പിൽക്കാലത്ത് മുസ്ലിമായി, എന്നിട്ട് അദ്ദേഹം കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ അദ്ദേഹം മുസ്ലിമായി മരിച്ചു. അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ രണ്ടുപേരും സ്വർഗത്തിലാവുകയാണ്. ഒരാൾ കൊലയാളിയും മറ്റയാൾ കൊല്ലപ്പെട്ടയാളുമാണ്. പക്ഷെ പരിഗണിക്കപ്പെടുക ആളുകളുടെ അവസാനമാണ്. ഇദ്ദേഹത്തിന് പിന്നീട് തൗബക്ക് അവസരം ലഭിച്ചു, അദ്ദേഹം മുസ്ലിമായി മരണപ്പെട്ടു. അള്ളാഹു രണ്ടുപേരെയും നോക്കി
ചിരിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. യദ്ഹഖുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല ചിരിക്കും എന്ന്. റബ്ബ് സുബ്ഹാനഹു വതആല ചിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടിരിക്കുന്നു. അത് ഈ ഹദീസ് കൊണ്ട് മാത്രമല്ല, വേറെയും ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാണ് അവസാനമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നയാളുടെ ഹദീസ്. അവസാനമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുടെ ഹദീസ് അത് സുബ്ഹാനല്ലാഹ് അങ്ങേയറ്റം ആളുകളുടെ ഹൃദയത്തിൽ, ഒരു മുഅ്മിനിൻ്റെ ഹൃദയത്തെ പിടിച്ചുലക്കുന്ന സുദീർഘമായ ഒരു ഹദീസാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, റബ്ബ് സുബ്ഹാനഹു വതആല നരകത്തിൽ നിന്ന് അവസാനം പുറത്തെടുക്കുന്ന ഒരാളുണ്ടായിരിക്കും. അയാൾ നരകത്തിൽ ഫഹ്മായി തീർന്നിട്ടുണ്ടാവും. ഫഹ്മ എന്ന് പറഞ്ഞാൽ എന്താ? കരിക്കട്ടയായി തീർന്നിട്ടുണ്ടാവും. നസ്അലുല്ലാഹു അൽ ആഫിയ വസ്സലാം. ആ ഹദീസിൽ ഉള്ള ഏതൊരു മുഅ്മിനെയും ഭയപ്പെടുത്തേണ്ട കാര്യം എന്താണ്? ഈ ഫഹ്മായി നരകത്തിൽ കരിക്കട്ടയായി തീർന്ന ഈ മനുഷ്യൻ ഒരു മുസ്ലിമാണെന്നതാണ്. ഒരു മുസ്ലിമാണ്. അവൻ്റെ തിന്മകൾ അവൻ്റെ നന്മകളെക്കാൾ കൂടുതലായി. അതുകൊണ്ട് അള്ളാഹു ആകട്ടെ അവന് പുറത്തു കൊടുക്കാൻ ഉദ്ദേശിച്ചുമില്ല, മറിച്ച് ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചു. അങ്ങനെ അവൻ ശിക്ഷ അനുഭവിച്ചു. ഒടുവിൽ അവൻ മുസ്ലിമാണ് എന്നതുകൊണ്ട് റബ്ബ് അവനെ മോചിപ്പിക്കും. പക്ഷെ അവൻ്റെ സ്ഥിതി എന്താണ്? നരകത്തിൽ അവൻ ഫഹ്മായി, കരിക്കട്ടയായി തീർന്നിട്ടുണ്ട്. നരകത്തിൽ മുസ്ലിമീങ്ങൾ പ്രവേശിച്ചാൽ അവരവിടെ മരിക്കും എന്ന് സഹീഹ് മുസ്ലിമിൽ അബൂ സഈദ് അൽ ഖുദ്രി അതുപോലെ അബൂ ഹുറൈറ രണ്ടുപേരും ഉദ്ധരിച്ച ഹദീസിൽ വന്നിട്ടുണ്ട്. അള്ളാഹു അവരെ ഒരു മരണം മരിപ്പിക്കും. എവിടെ? നരകത്തിൽ. അതേസമയം കുഫാറുകൾ നരകത്തിൽ പ്രവേശിച്ചാൽ ثم لا يموت فيها ولا يحيا, അവർക്കവിടെ മരണമില്ല, യഥാർത്ഥത്തിൽ ജീവിതവുമില്ല. എന്നാൽ മുസ്ലിമീങ്ങൾ അവരുടെ തിന്മകൾ കൊണ്ട് നരകത്തിൽ പ്രവേശിച്ചാൽ നഊദു ബില്ലാഹി മിനന്നാർ, നഊദു ബില്ലാഹി മിനന്നാർ, നഊദു ബില്ലാഹി മിനന്നാർ, അവരവിടെ ഫഹ്മായി തീരുന്നതാണ്, കരിക്കട്ടയായി തീരും. ഒടുവിൽ റബ്ബ് സുബ്ഹാനഹു വതആല അവസാനത്തെ ആളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ്. അവൻ നരകത്തിന് നേരെ ആണ് തിരിഞ്ഞ് നിൽക്കുക. അവൻ റബ്ബിനോട് എൻ്റെ മുഖത്തെ നരകത്തിൽ നിന്ന് തിരിച്ചു കളയാൻ, നരകത്തിൻ്റെ ഭാഗത്ത് നിന്ന് തിരിച്ചു മാറ്റാൻ പറയും. അങ്ങനെ റബ്ബ് അവൻ്റെ മുഖത്തെ നരകത്തിൽ നിന്ന് തിരിക്കും. അവൻ ദൂരെ സ്വർഗത്തിൻ്റെ വഴിയിൽ ഒരു മരവും തണലും കാണുകയാണ്. അള്ളാഹുവിനോട് അവൻ ദുആ ചെയ്യും, അള്ളാഹു എന്നെ ആ മരത്തോട് അടുപ്പിച്ച് തരണമേ, ഇത് നീ എനിക്ക് തന്നാൽ ഞാൻ നിന്നോട് ഒന്നും ചോദിക്കുകയില്ല. അങ്ങനെ റബ്ബ് അവനെ അവിടേക്ക് അടുപ്പിച്ചു കൊടുക്കും. അതിൻ്റെ തണലവൻ കൊള്ളും, അവിടെയുള്ള വെള്ളം അവൻ കുടിക്കും. അവന് മുന്നിൽ മറ്റൊരു മരം അതിനേക്കാൾ മനോഹരമായത് പ്രത്യക്ഷപ്പെടും. അള്ളാഹുവിനോട് അവൻ പറയും, റബ്ബെ എന്നെ അവിടെ ഒന്ന് അടുപ്പിച്ച് തരണം. റബ്ബ് അവനോട് പറയും, മനുഷ്യ, ആദമിൻ്റെ പുത്ര, നീ എന്തൊരു ചതിയനാണ്, നീയല്ലേ നേരത്തെ പറഞ്ഞത് ഇനി അതൊന്നും ചോദിക്കില്ല ഇത് തന്നാൽ എന്ന്. അവൻ പറയും, റബ്ബെ നിൻ്റെ പടപ്പുകൾ ഏറ്റവും ഭാഗ്യം കെട്ടവൻ ഞാനായി പോകാതിരിക്കട്ടെ, എന്നെ അവിടേക്ക് അടുപ്പിച്ച് തരണം, ഇത് നൽകിയാൽ ഞാൻ വേറൊന്നും ചോദിക്കില്ല. അള്ളാഹു അവനെ അവിടേക്ക് അടുപ്പിച്ചു കൊടുക്കും. അവിടെയുള്ള തണൽ കൊണ്ട് അവിടെയുള്ള വെള്ളം കുടിച്ച് കഴിയവേ അവനത് അതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു മരം കാണും. റബ്ബിനോട് പറയും, റബ്ബെ അവിടേക്ക് അടുപ്പിച്ച് തരണം. അള്ളാഹു ചോദിക്കും, മനുഷ്യ, ആദമിൻ്റെ പുത്ര, നീ എന്തൊരു ചതിയനാണ്, നീയല്ലേ നേരത്തെ പറഞ്ഞു ഇനിയൊന്നും ചോദിക്കില്ല. വീണ്ടും അയാൾ അത് തന്നെ ആവർത്തിക്കും. അള്ളാഹു അവിടേക്ക് അടുപ്പിച്ചു കൊടുക്കും. അവിടെ അവൻ സ്വർഗം കാണുകയാണ്. അള്ളാഹുവിനോട് അവൻ അവിടേക്ക് പ്രവേശിപ്പിക്കാൻ ചോദിക്കും. റബ്ബ് സുബ്ഹാനഹു വതആല ആ സന്ദർഭത്തിൽ അവനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറയുമ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറയുമ്പോൾ നബിയുടെ അണപ്പല്ല് കാണുകയെ നബി ചിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ അണപ്പല്ല് കാണുന്ന രൂപത്തിൽ ചിരിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയും, ഞാൻ എന്തിനാണ് ചിരിച്ചതെന്ന് നിങ്ങൾക്കറിയുമോ? മിൻ ദഹികി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹു ചിരിച്ചതോർത്തുകൊണ്ടാണ് ഞാനിവിടെ ചിരിച്ചത്. ഈ മനുഷ്യനോട്, ആ മനുഷ്യനോട് റബ്ബ് പറയും, നിനക്കെന്താണ് വേണ്ടത്, നീ ആഗ്രഹിച്ചോളൂ. അവൻ റബ്ബിനോട് ചോദിക്കും, അതസ്ഖറു ബി വ അൻത റബ്ബുൽ ആലമീൻ, അള്ളാഹുവേ, റബ്ബുൽ ആലമീനായ നീ എന്നെ പരിഹസിക്കുകയാണോ എന്ന് ഈ മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിക്കുമെന്നാണ്. കാരണം അവൻ ഒരിക്കലും അത് പ്രതീക്ഷിച്ചിരുന്നില്ല.
അള്ളാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും എന്നിട്ട് അവനോട് പറയും തമന്ന, നീ ആഗ്രഹിച്ചുകൊള്ളുക. റബ്ബ് അവന് ആഗ്രഹിക്കാനുള്ളത് ഓർമ്മപ്പെടുത്തി കൊടുക്കും. എന്താണ് ആഗ്രഹിക്കാനുള്ളത് എന്നത് അവൻ ഓർമ്മപ്പെടുത്തി കൊടുക്കും. എന്നിട്ട് റബ്ബ് അവനോട് പറയും ഫഇന്ന ലക മാ തമന്നൈത വഅശറതു അംസാലി ദുനിയ, നിനക്ക് നീ ആഗ്രഹിച്ചതും ദുനിയാവിൻ്റെ 10 ഇരട്ടിയും ഉണ്ടായിരിക്കുന്നതാണ്. അവൻ വിചാരിക്കും ഈ സ്വർഗത്തിൽ ഏറ്റവും സുഖം അനുഭവിക്കുന്നവൻ, ഏറ്റവും ഉന്നതമായ പദവിയിലുള്ളവൻ ഞാനാണ് എന്ന് സ്വർഗത്തിൽ അവസാനം പ്രവേശിപ്പിക്കപ്പെട്ടവൻ വിചാരിക്കുമെന്നാണ്. നോക്കൂ, ആ ഹദീസിൽ റബ്ബ് സുബ്ഹാനഹു തആലയുടെ ദഹിക്ക്, അവൻ ചിരിക്കുമെന്ന് വന്നിട്ടുണ്ട്. അതുപോലെ അബൂ റസീൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസിൽ, ആ ഹദീസ് മറ്റൊരു പദപ്രയോഗത്തിൽ ഈ കിതാബിൽ വരുന്നുണ്ട്. അവിടെയും നമുക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും റബ്ബ് ചിരിക്കുന്നതാണ്. ആളുകൾ ആകെ നിരാശപ്പെട്ടിരിക്കുന്നു, പക്ഷെ അവർക്ക് അള്ളാഹു നൽകാൻ ഉദ്ദേശിച്ചിട്ടുള്ള സഹായം അവരുടെ അടുത്തെത്തിയിട്ടുണ്ട്. അവരത് അറിയാതെ നിരാശപ്പെട്ടിരിക്കുകയാണ്, വരൾച്ചയിലും മറ്റുമൊക്കെ ആയിട്ട്. ഇത് കണ്ട് റബ്ബ് അവരോട് ചിരിക്കും. അപ്പോൾ അബൂ റസീൻ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിക്കും, അവ യദ്ഹഖു റബ്ബ്, നബി അള്ളാഹു ചിരിക്കുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നഅം. അബൂ റസീൻ പറയും ലൻ നഅദിമ റബ്ബൻ യദ്ഹഖു ഖൈറൻ, ചിരിക്കുന്ന ഒരു റബ്ബിൽ നിന്ന് ഇനി ഒരു ഖൈറും നമുക്ക് നഷ്ടപ്പെടാനില്ല. നോക്കൂ, ആ ഹദീസ് ലോകത്തെ ജഹ്മികൾ, അള്ളാഹുവിൻ്റെ സിഫത്തുകളെ നിഷേധിക്കുന്നവർ, അത് കേട്ടാൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് മുഴുവൻ ആളുകൾക്കുമുള്ള മറുപടിയാണ്. ഈ ഹദീസ് പിൽക്കാലത്ത് തങ്ങളുടെ തോന്നിവാസത്തിനനുസരിച്ച് വിശദീകരിക്കുകയും എന്നിട്ട് അള്ളാഹു ചിരിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് മാറ്റിമറിക്കാൻ ശ്രമിച്ചവർക്കെല്ലാമുള്ള മറുപടിയാണ് ഹദീസ്. കാരണം ആ ഹദീസ് കേട്ടപ്പോൾ സഹാബി ചോദിക്കുന്നത് നബിയെ റബ്ബ് ചിരിക്കുമോ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നത് അതേ എന്നാണ്. അതല്ലാതെ നബി ഇത് പറഞ്ഞിട്ട് നിങ്ങളാരും അള്ളാഹു ചിരിക്കുമെന്ന് പറയുമ്പോൾ അത് ചിരിയുടെ യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കരുത് എന്നല്ല നബി പറയുന്നത്. അതിന് ഇന്ന വ്യാഖ്യാനമുണ്ട്. അള്ളാഹു അനുഗ്രഹം ചൊരിയുമെന്നോ അല്ലെങ്കിൽ അള്ളാഹു തൃപ്തിപ്പെടുമെന്നോ അള്ളാഹു രക്ഷിക്കുമെന്നോ ഒന്നും അങ്ങനെ എന്തെങ്കിലും മനസ്സിലാക്കിക്കൊള്ളണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറബി ഭാഷ അറിയുന്ന ദാഹിക, ചിരിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമെന്നറിയുന്ന ആളുകൾ എന്താണോ അത് മനസ്സിലാക്കിയത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കാം. ഇതാണ് നമ്മുടെ വിശ്വാസം. അള്ളാഹു ചിരിക്കുമെന്ന് പറഞ്ഞാൽ അള്ളാഹു ചിരിക്കുമെന്ന് തന്നെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ചിരിക്കുമെന്ന് തന്നെ അവൻ ഉദ്ദേശിച്ച രൂപത്തിൽ. ദഹിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം അത് തന്നെയാണ്. ഹസിന, ഒരാൾ ദുഃഖിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ദുഃഖിച്ചു എന്നാണ്. അതല്ലാതെ ജനങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന വാക്കുകൾ വിശദീകരിച്ചാൽ യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം തെറ്റായ ആളുകൾ മനസ്സിലാക്കുകയാണ് ചെയ്യുക. അതായത് വിശദീകരണം വേണ്ടത് എന്തിനാണ്? ആളുകൾക്ക് അവ്യക്തമായ വാക്കുകളെക്കുറിച്ചാണ്. അതല്ല എങ്കിൽ നീ അത് വിശദീകരിക്കുന്നതിന് അത് കൂടുതൽ സങ്കീർണമാവുകയാണ് ചെയ്യുക. ഇപ്പോൾ സ്നേഹം, ഞാനൊരാളെ സ്നേഹിക്കുന്ന എന്താണ് സ്നേഹം എന്ന് ഒരാൾ ചോദിച്ചാലോ ശബ്ദമുണ്ട്, കുപ്പിയുടെ ശബ്ദമുണ്ട്. എന്താണ് സ്നേഹം എന്ന് ഒരാൾ ചോദിച്ചാൽ അത് വിശദീകരിക്കാൻ നിന്നാലോ എന്ത് സംഭവിക്കും? സ്നേഹം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് ഒരാൾക്കത് വിശദീകരിക്കാൻ സാധിക്കുക? അത് എത്ര വിശദീകരിക്കുന്നോ അത് സങ്കീർണമായി തീരുകയാണ് ചെയ്യുക. അത് സ്നേഹിക്കുന്നു പറഞ്ഞാൽ ആളുകൾക്ക് വ്യക്തമായി. കോപിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരാൾ ഒന്നിനെ വെറുക്കുന്നു. അപ്പോൾ ഒരാൾ ചോദിക്കും എന്താണ് ഈ വെറുപ്പ് എന്ന് പറഞ്ഞാൽ, ഒരാളത് വിശദീകരിക്കാൻ നിന്നാൽ എന്താണ് സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ അത് സങ്കീർണമാവുകയാണ് ചെയ്യുന്നത്. മറിച്ച് വെറുക്കുന്നു എന്ന് പറഞ്ഞാൽ വെറുക്കുന്നു എന്നാണ്. ഇങ്ങനെയാണ് ഖുർആനും സുന്നത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ പഠിപ്പിച്ചത്. അള്ളാഹു ഇന്നത് ഇഷ്ടപ്പെടുന്നു, അള്ളാഹു ഇന്നത് വെറുക്കുന്നു, അങ്ങനെയാണ് നബി അവരോട് പറഞ്ഞത്. സഹാബത്ത് നബിയോട് ചോദിച്ചില്ല എന്താണ് നബിയെ ഈ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, എന്താണ് നബി ഈ വെറുക്കുന്നു എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് വിശദീകരിച്ചു കൊടുത്തുമില്ല. കാരണം അത് മഅറൂഫാണ്, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഭാഷയിൽ ഉന്നതമായ കഴിവുള്ള മുൻഗാമികൾ അങ്ങനെയാണ് അതിന് വിശദീകരിച്ചത്. ഈ ഹദീസിനെ അതുപോലെ റബ്ബിൻ്റെ ഞാനീ പറഞ്ഞ അബൂ റസീൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിന് ഇബ്നു സഅലബ് എന്നു പേരുള്ള മുൻഗാമികളിൽപ്പെട്ട ഭാഷാ പണ്ഡിതന്മാരിൽ അഗ്രഗണ്യനായ
ഒരാൾ അദ്ദേഹത്തോട് ഇമാം ഇബ്നു ബത്തഹ റഹിമഹുല്ലാ ഈ ഹദീസിനെ കുറിച്ച് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹു ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സുന്നത്തിൽ വന്ന കാര്യമാണ്, അതങ്ങനെ തന്നെ വിശ്വസിക്കുക. അതിനെ വിശദീകരിക്കുക ഇൽഹാദാണ്, അതിനെ തഅ്വീൽ ചെയ്യുക, വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുക എന്നത് അതിനെ നിഷേധിക്കലാണ് ആയിത്തീരുക. കാരണം അതിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാം, അതിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാം. നീ ഒരാൾക്ക് ആകാശം എന്ന് പറഞ്ഞു കൊടുത്താൽ അതെല്ലാവർക്കും അറിയാം. അതേസമയം ഇതിൻ്റെ അർത്ഥം പറയാൻ നിൽക്കുകയാണ്, മുകളിലോട്ട് നോക്കിയാൽ കാണുന്ന നീല നിറമുള്ള അങ്ങനെ എങ്ങനെയുള്ള എന്ന് വിശദീകരിച്ചാൽ അതെന്താവും? അങ്ങനെയല്ല, മറിച്ച് അർത്ഥം വാക്കുകൾക്ക് പറയേണ്ടത് ജനങ്ങൾക്ക് പരിചിതമല്ലാത്ത വാക്കുകളാണ് വിശദീകരിച്ചു കൊടുക്കേണ്ടത്. അതല്ല എങ്കിൽ ജനങ്ങൾക്കറിയുന്ന ഭാഷയിലാണ് അള്ളാഹു ഖുർആനും സുന്നത്തും അവതരിപ്പിച്ചത്. ഈ പിഴച്ച കക്ഷികളുടെ ഒക്കെ സ്വഭാവമാണ് ജനങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളെ വിശദീകരിച്ച് സങ്കീർണമാക്കുക എന്നത്. അതെല്ലാ വിഷയത്തിലും കാണാം. മുസ്ലിയാക്കന്മാർ സാധാരണ ചെയ്യാറുള്ള കാര്യമാണ്. അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ ചോദിക്കും, പ്രാർത്ഥന എന്താണ് ഈ ദുആ, പ്രാർത്ഥനയുടെ നിർവചനം പറ എന്ന് ചോദിക്കും. എന്നാൽ ഇതേ മുസ്ലിയാരോട് പോക്കറ്റിൽ പൈസ ഇട്ട് കൊടുത്തിട്ട് ഉസ്താദ് ദുആ ഇറക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ചോദിക്കൂല. അപ്പോൾ ഉസ്താദിനറിയാം എന്താ ദുആ, എന്താ പ്രാർത്ഥന എന്ന ആൾക്കറിയാം. അതറിയാഞ്ഞിട്ടല്ല, മറിച്ച് ജനങ്ങൾക്ക് വിഷയം സങ്കീർണമാക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് പ്രാർത്ഥന എന്ന അതായത് അർത്ഥന എന്നും അങ്ങനെയെന്നും ഇങ്ങനെയെന്നൊക്കെ അർത്ഥമുണ്ട് എന്ന് മലയാള ഭാഷയിൽ വലിയ പാണ്ഡിത്യമുള്ള ആളുകളെ പോലെ മുസ്ലിയാക്കന്മാർ സംസാരിക്കുന്നത് കാണാം. എന്താണ് യഥാർത്ഥ ദുആ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താ ദുആ ചെയ്യുക. കുട്ടിയൊക്കെ അറിയാം, മോൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുമെന്ന് പറഞ്ഞാൽ കുട്ടി ദുആ ചെയ്യും. പ്രാർത്ഥിക്കുന്ന പറഞ്ഞാൽ പ്രാർത്ഥിക്കും. അത് ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ്. അത് അള്ളാഹിനോടെ നടത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ബുദ്ധി കേട് വന്നിട്ടില്ലാത്ത ആർക്കും അതിൻ്റെ അർത്ഥം അറിയാം. അള്ളാഹു പറയണം, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. പറയുക, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദ, അവനിൽ ഒരാളെയും ഞാൻ പങ്കുചേർക്കുകയില്ല. അള്ളാഹിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കൂ, അവനിൽ ഒരാളെ ഞാൻ പങ്കുചേർക്കുകയില്ല. അതുകൊണ്ട് നോക്ക്, ജനങ്ങളുടെ ബുദ്ധി വെച്ചിട്ട് അവരുടെ ബുദ്ധി, സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന പരിപാടിയാണ് എന്ത്. അപ്പോൾ ഡോക്ടറോട് സഹായം തേടാറില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നത്, അത് ബുദ്ധിമോശമാണ്. സാമാന്യ ബുദ്ധിക്കെതിരാണത്. ഒരു കൊച്ചുകുട്ടി പോലും ഇത് രണ്ടും ഒന്നാണെന്ന് പറയുകയില്ല. അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ദുആ, അതുപോലെ ഈ ആളുകൾ അത് തന്നെ മരണപ്പെട്ടവരോട്, മറ്റു ചിലർ ബിംബങ്ങളോട്, നബിമാരുടെ ഔലിയാക്കളോട് ചെയ്യുന്നതും, ഒരു ഡോക്ടറോട് പോയിട്ട് കാര്യം പറയുന്നതും രണ്ടും ഒന്നാണെന്ന് സാമാന്യ ബുദ്ധിയുള്ളൊരു മനുഷ്യൻ പറയുകയില്ല. പക്ഷേ ജനങ്ങളെ തിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അത് ആളുകൾ നേർബുദ്ധിക്കെതിരായ കാര്യമാണ്. അപ്പോൾ നോക്കൂ, റബ്ബ് ചിരിക്കുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അള്ളാഹു ചിരിക്കുമെന്നാണ്. അള്ളാഹു അവൻ്റെ മഹത്വത്തിന് യോജിച്ച രൂപത്തിൽ, അവൻ്റെ ജലാലത്തിനും ആലമത്തിനും യോജിച്ച രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചിരിക്കും. അവൻ ചിരിച്ചാൽ അതിൻ്റെ ഫലമാണ്, അതിൻ്റെ ഫലമായി സംഭവിക്കുന്ന കാര്യമാണ് അവൻ ആരോട് ചിരിച്ചോ അവർക്ക് അവൻ കരുണ ചൊരിയുമെന്ന്. നേരത്തെ പറഞ്ഞ മനുഷ്യൻ്റെ കാര്യത്തിലുള്ളതുപോലെ നരകത്തിൽ നിന്ന് അവസാനം മോചിപ്പിക്കപ്പെടുന്ന ആളോട് അള്ളാഹു ചിരിച്ചു, അവനെ പിന്നീട് അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയാണ്. അതതിൻ്റെ ഫലമാണ്. അതല്ല ചിരിക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കലല്ല, അങ്ങനെ പറയരുത്. മറിച്ച് ചിരിക്കുക എന്ന് പറഞ്ഞാൽ ചിരിക്കുക എന്നത് തന്നെയാണ്, അതിൻ്റെ ഫലമാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നു എന്നത്. അപ്പോൾ റബ്ബിനെ കുറിച്ച് നമ്മൾ അതുപോലെ വിശ്വസിക്കണം. അത് മനുഷ്യർ ചിരിക്കുമ്പോൾ എന്താണ് അവർക്ക് സംഭവിക്കുന്നത്? അവരുടെ ചുണ്ടുകൾ വിടരുന്നു, അവരുടെ പല്ലുകൾ പുറത്ത് കാണുന്നു. ഇതുപോലുള്ള ചിന്തകൾ ഒരിക്കലും റബ്ബിനെ കുറിച്ച് വെച്ച് വളർത്താൻ പാടില്ല. അള്ളാഹു ഖുർആനിൽ ആകാശഭൂമികളെക്കുറിച്ച് പറഞ്ഞു. ഫിർഔനെയും കൂട്ടരെയും നശിപ്പിച്ചതിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് കാണാം, ഫമാ ബകത് അലൈഹിമുസ് സമാഉ വൽ അർദ്. ആകാശമോ ഭൂമിയോ അവർക്ക് വേണ്ടി കരഞ്ഞില്ല. അള്ളാഹു പറയുകയാണ്, ആകാശമോ ഭൂമിയോ ആ ഫിർഔനിനും കൂട്ടർക്കും വേണ്ടി കരഞ്ഞില്ല. എന്തുകൊണ്ട്? കാരണം ആകാശത്തിനോ ഭൂമിക്കോ അവരെ കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല, മറിച്ച് ഉപദ്രവമായിരുന്നു. അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരുടെ തിന്മകളും കുഫറും ശിർക്കും ഇതിൻ്റെയൊക്കെ ഫലം അവർ നിൽക്കുന്ന ഭൂമിയിൽ, അവർ നിൽക്കുന്ന പരിസരത്തുണ്ടാവും. അതുകൊണ്ടാണ് കുഫറിൻ്റെ, നിരീശ്വരവാദത്തിൻ്റെ പ്രദേശങ്ങൾ വരണ്ട പ്രദേശങ്ങളായിരിക്കും. ഇസ്ലാമിൻ്റെ, ഈമാനിൻ്റെ, സാലിഹായ അമലിൻ്റെ നാടുകൾ അത് നൈർമല്യമുള്ള നാടുകളായിരിക്കും, നന്മയുടെ നാടുകളാണ്. അത് സുബ്ഹാനല്ലാഹ്, ഈമാനുള്ള ആളുകൾക്ക് അത് അനുഭവിച്ചറിയാൻ തന്നെ സാധിക്കും.
അത്തരത്തിലുള്ള നാടുകളിൽ അവരുടെ മനസ്സിണങ്ങും. അല്ലാത്ത സ്ഥലങ്ങളിൽ അവരുടെ മനസ്സ് അതിനോടൊരു അകൽച്ച അവരുടെ മനസ്സിൽ തന്നെ തോന്നും. കാരണം ഷിർക്കിൻ്റെ കുഫറിൻ്റെ തിന്മകളുടെ ഫലം ആ പരിസരത്തുണ്ടാവും. നോക്കൂ, നിങ്ങൾ സല്ലല്ലാഹു അലൈഹി ഹദീസിൽ വന്നിട്ടില്ലേ, ഖുർആനിലെ ആയത്തുകളിൽ വന്നിട്ടില്ലേ ചില ആളുകളെക്കുറിച്ച് അവർക്കെതിരിലുണ്ട് ആളുകളുടെ പിന്നെ അള്ളാഹുവിൻ്റെ മലായിക്കത്തിൻ്റെ മനുഷ്യരുടെ മുഴുവൻ ശാപം. അതുപോലെ നിങ്ങൾ കേട്ടിട്ടില്ലേ ചില നന്മകളെക്കുറിച്ച് പണ്ഡിതന്മാർക്ക് വേണ്ടി പാപമോചനം തേടും. ആര്? കടലിനടിയിലുള്ള വെള്ളത്തിനടിയിലുള്ള മത്സ്യങ്ങൾ വരെ, മാളങ്ങളിൽ കഴിയുന്ന ഉറുമ്പുകൾ വരെ ജനങ്ങൾക്ക് ഖൈർ പഠിപ്പിച്ചു കൊടുക്കുന്നവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുമെന്ന് ഹദീസിൽ കാണാം. നോക്കൂ, നന്മകളോട് അവർ പ്രതികരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് തിന്മകളുടെ മോശം ഫലം അവർക്കുണ്ടാവും. തിന്മകൾ കൊണ്ട് മഴ കുറയും, തിന്മകൾ കാരണത്താൽ മഴ കുറയും. അതാരും കൂടി അനുഭവിക്കേണ്ടി വരും. ഈ മിണ്ടാപ്രാണികളായ ജന്തുക്കളും അനുഭവിക്കേണ്ടി വരും. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം അദ്ദാഉ വദ്ദവാ എന്ന കിതാബിൽ പറയുകയുണ്ടായി, ഒരു തിന്മയും ചെയ്യാത്ത ഈ മിണ്ടാപ്രാണികളുടെ ശാപം ഒരുത്തിന് കിട്ടുന്നുണ്ട് എങ്കിൽ അവൻ എത്രമാത്രം മോശക്കാരനാണ്. കാരണം അവൻ്റെ തിന്മകൾ കൊണ്ട് ആരുടെ ശാപം കൂടി കിട്ടുന്നുണ്ട്? ഒരു തിന്മയും ചെയ്യാത്ത മിണ്ടാപ്രാണികൾ, അവക്ക് കൂടി ഉപദ്രവം ഉണ്ടാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചിലർ മരിച്ചാൽ എന്ത് സംഭവിക്കും? യസ്തരീഹു മിൻഹുൽ ഇബാദു വൽ ബിലാദു വശജറു വദ്ദവാബ്. നാടും നാട്ടുകാരും മരങ്ങളും ജന്തുക്കളും വരെ അവൻ്റെ മരണത്തിൽ റാഹത്താവും, ആശ്വാസമടയും. അവൻ്റെ ഷർറ് തീർന്നല്ലോ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നോക്കൂ, അവരെ കൊണ്ട് ഫിറഔനെയും കൂട്ടരെയും അവരുടെ നാശം കൊണ്ട് ആകാശമോ ഭൂമിയോ കരഞ്ഞില്ല എന്നാണ് അള്ളാഹു പറഞ്ഞത്. നമുക്കാർക്കെങ്കിലും മനുഷ്യൻ കരയുന്നത് പോലെ കണ്ണുനീരൊലിപ്പിക്കുന്ന ഒരു കരച്ചിൽ ആകാശത്തെയോ ഭൂമിയോ കുറിച്ച് സങ്കല്പിക്കാൻ പറ്റുമോ? പക്ഷെ അള്ളാഹു റബ്ബുൽ ആലമീൻ അത് കരഞ്ഞില്ല എന്ന് പറഞ്ഞു. കരയുക എന്ന പ്രവൃത്തിയെ അതിലേക്ക് ചേർത്തി പറഞ്ഞു. അതിന് കരയുക എന്ന സ്വഭാവമുള്ളതുപോലെ ഇതൊരു സൃഷ്ടിയുടെ കാര്യമാണ്, ഒരു പടപ്പിൻ്റെ കാര്യമാണ്. ആകാശവും ഭൂമിയും അള്ളാഹുവിൻ്റെ പടപ്പുകളാണ്. പടപ്പുകളുടെ കാര്യത്തിൽ വരെ ഇങ്ങനെ ഉണ്ട് എങ്കിൽ എങ്ങനെയാണ് പടച്ച റബ്ബായ അള്ളാഹുവിനെ കുറിച്ച് അവൻ്റെ ഒരു സിഫത്ത് പറയുമ്പോൾ ആളുകളുടെ ചിരി പോലെ എന്ന് സങ്കല്പിക്കാൻ നമുക്ക് സാധിക്കാം? സൃഷ്ടികൾ തമ്മിൽ തന്നെ ഈ സങ്കല്പങ്ങളൊന്നും സാധ്യമല്ലാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ പ്രശ്നം? അള്ളാഹു പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുപോലെ സ്വീകരിക്കാത്തതാണ് നിഷേധിച്ച ആളുകളുടെ പ്രശ്നം. അതല്ലാതെ ഇത് നേർബുദ്ധിക്ക് യോജിക്കാത്തത് കൊണ്ടല്ല. നേർബുദ്ധിക്ക് സറീഹായ ബുദ്ധിക്ക്, കേടുവരാത്ത ബുദ്ധിക്ക് യോജിക്കാത്ത ഒരു കാര്യവും ഖുർആനും സുന്നത്തിലും ഇല്ല. ഒരു കാര്യവും ഖുർആനും സുന്നത്തിലും ഇല്ല. മറിച്ച് കേടുവന്ന ബുദ്ധികൾ, അള്ളാഹു പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നേർക്ക് നേരെ സ്വീകരിക്കാൻ തയ്യാറാകാത്ത ബുദ്ധി, അവർക്കാണ് യഥാർത്ഥത്തിൽ പ്രശ്നം സംഭവിച്ചിട്ടുള്ളത്. അപ്പം നോക്കൂ, ഈ ഹദീസിൽ എന്തു വന്നു? അള്ളാഹുവിൻ്റെ ചിരിയെക്കുറിച്ച് വന്നു. അതുപോലെ നിങ്ങൾക്ക് കാണാം ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള മറ്റൊരു ഹദീസിൽ, ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിനും അള്ളാഹുവിൻ്റെ ഈ സിഫത്ത് വന്നത് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റജുലൻ അറ്റൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നു. അപ്പോൾ നബി എന്ത് ചെയ്തു? വേറെ നാട്ടിൽ നിന്ന് വന്ന ഒരാളാണ്, ആൾക്ക് ഭക്ഷണം കൊടുക്കണം, താമസിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണം. ഫബഅത ഇലാ നിസാഇ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ ഭാര്യമാരുടെ അരികിലേക്ക് ആളെ പറഞ്ഞയച്ചു, ഭക്ഷണം എന്തെങ്കിലും ആൾക്ക് കൊടുക്കാനുണ്ടോ എന്ന് നോക്കാൻ. ഫഖുൽന, അപ്പോൾ അവർ പറഞ്ഞു, നബിയുടെ ഭാര്യമാർ പറഞ്ഞു, മാ മഅന ഇല്ലൽ മാ, വീട്ടിൽ വെള്ളം മാത്രമേ ഉള്ളൂ, കുടിക്കാൻ വെള്ളം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോടായി പറഞ്ഞു, മൻ യുദീഫു ഹാദ, ഇന്ന് ഇദ്ദേഹത്തെ അതിഥിയായി ആര് സ്വീകരിക്കും? അവർക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ടാകും. ഫഖാല റജുലുൻ മിനൽ അൻസാർ, അപ്പോൾ അൻസാറുകളിൽപ്പെട്ട ഒരു സഹാബി പറഞ്ഞു, അന, നബിയെ ഞാൻ സ്വീകരിച്ചുകൊള്ളാം. ഫൻതലഖ ബിഹി ഇലാ ഇംറഅതിഹി, അദ്ദേഹം ഇയാളെയും കൂട്ടി വീട്ടിലേക്ക് പോയി. എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, അക്രിമി ദൈഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അതിഥിയാണ്, നീ ഇദ്ദേഹത്തിന് വേണ്ട ഭക്ഷണം തയ്യാറാക്കണം, നമുക്ക് ഈ അതിഥി ആദരിക്കണം. ഫഖാലത്ത്, അപ്പോൾ അവർ പറഞ്ഞു, മാ ഇൻദന ഇല്ലാ ഖൂതു സിബിയാനി, കുട്ടികളുടെ ഭക്ഷണം മാത്രമേ ബാക്കിയുള്ളൂ, കുട്ടിക്ക് കൊടുക്കാനുണ്ട്, അതേ ഉള്ളൂ, കുട്ടികൾ കഴിച്ചിട്ടില്ല. ഫഖാൽ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹയ്യി തആമക്, നീ ഭക്ഷണം തയ്യാറാക്കുക. വഅസ്ബിഹി സിറാജക്, നീ എന്നിട്ട് വിളക്ക് കടത്തി കളയുക. ഭക്ഷണം തയ്യാറാക്കുന്ന പോലെ ഇങ്ങനെ
അത് പാകം ചെയ്യുന്നത് പോലെ നിന്ന് വിളക്ക് കടത്തിക്കളയുക. വനൗവിമി സുബ്യാനക ഇദാ അറാദു അശാ, കുട്ടികളെ ഉറക്കുക. അങ്ങനെ ഫഹയ്യഅത് തആമഹ, അവളിങ്ങനെ ഭക്ഷണം പാകം ചെയ്തു. വഅസ്ബഹത് സിറാജഹ വനവ്വമത് സുബ്യാനഹ, വിളക്ക് അദ്ദേഹം പറഞ്ഞ വിളക്ക് കൊളുത്തി വെക്കാനാണ്. അങ്ങനെ വിളക്ക് കൊളുത്തി വെച്ചു, എന്നിട്ട് കുട്ടികളെ ഉറക്കി. ثم قامت كأنه تصلح سراجها, എന്നിട്ട് വിളക്ക് നന്നാക്കുന്നത് പോലെ കാണിച്ച് എന്നിട്ട് എന്ത് ചെയ്തു? ഫഅത്ഫഅത്ഹു, വിളക്ക് കടത്തി കളഞ്ഞു. അതെന്തിനു വേണ്ടിയാണ്? ഫജഅല യുരിയാനിഹി അന്നഹുമാ യകുലാൻ, ഇവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന് ആൾക്ക് തോന്നാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇവർ ഭക്ഷണം കഴിക്കാതെയാണ് ആൾക്ക് കൊടുക്കുന്നത് എന്ന് വിചാരിച്ച ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ. അപ്പോൾ നോക്ക്, കുട്ടികളെ ഭക്ഷണം കൊടുക്കാതെ ഉറക്കി, എന്നിട്ട് ഇവരും കഴിച്ചില്ല. മറിച്ച് ഇവരെന്ത് ചെയ്തു? അദ്ദേഹത്തിന് അത് മനസ്സിലാകാതിരിക്കാൻ വിളക്കടച്ച് കളഞ്ഞു. എന്നിട്ട് ആൾക്ക് ഭക്ഷണം കൊടുത്തു. എന്തുണ്ടായി? ഫബഅത താവിയൻ, അവരും ഭക്ഷണം കഴിക്കാതെ കിടന്നുറങ്ങി. ഫലമ്മ അസ്ബഹ ഗദാ ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, രാവിലെ ആയപ്പോൾ ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് പോയി. അപ്പോൾ നബി അദ്ദേഹത്തോട് പറഞ്ഞു, ദഹികല്ലാഹു ലൈല മിൻ ഫിആലികുമ, നിങ്ങൾ രണ്ടുപേരും ഇന്നലെ രാത്രി ചെയ്തതിൽ അള്ളാഹു ചിരിക്കുകയുണ്ടായി. മറ്റു ചില റിവായത്തുകളിൽ കാണാം ഔ ആജിബ, ആ സിഫത്തിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് ഈ കിതാബിൽ വരുന്നുണ്ട്. ആജിബ എന്ന് പറഞ്ഞാൽ എന്താ? അത്ഭുതപ്പെടുകയുണ്ടായി എന്നാണ് എൻ്റെ അർത്ഥം. അള്ളാഹുവിൻ്റെ ആജബ് എന്നാൽ അത് പടപ്പുകളുടെ ആജബ് പോലെ അറിയാത്ത ഒന്ന് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്നതല്ല, പ്രതീക്ഷിക്കാത്ത ഒന്ന് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്നതല്ല. കാരണം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അറിയാത്തതൊന്നുമില്ല, മറിച്ച് പൊതുവേ നടക്കാൻ സാധ്യതയില്ലാത്തത് കാണുമ്പോൾ ഉണ്ടാകുന്ന അജബ്, അതാണ് അള്ളാഹുവിൻ്റെ അജബ് എന്ന് പറയുന്നത്. നോക്കൂ, ഫഅൻസല അള്ളാഹു അവതരിപ്പിച്ചു, വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. സൂറത്തുൽ ഹശറിലെ അൻസാറുകളെ കുറിച്ച് പറഞ്ഞ ആയത്താണിത്. അതായത് വയുസിറൂന അലാ അൻഫുസിഹിം, അവർ തങ്ങളെക്കാൾ പ്രാധാന്യം നൽകും മറ്റുള്ളവർക്ക്. വലൗ കാന ബിഹിം ഖസാസ, അവർക്ക് ആവശ്യമുണ്ടെങ്കിലും. അത് ഏറ്റവും ഉന്നതമായ ദർജയാണ്. ഒരാൾ തൻ്റെ കയ്യിലുള്ളതിൽ ഇഷ്ടമുള്ളത് ഒരാൾക്ക് ദാനം ചെയ്യുക, തനിക്ക് ഇഷ്ടമുണ്ട് എന്നതോടൊപ്പം ഉദാഹരണത്തിന് പണം കൊടുക്കുക എന്നുള്ളത് അതിൽ പെടുന്നതാണ്. കാരണം പണം എന്നത് മനുഷ്യന് ഇഷ്ടമുള്ള കാര്യമാണ്, പൈസ മനുഷ്യന് ഇഷ്ടമുള്ളതാണ്. അത് ദാനം ചെയ്യുക എന്നത് ഏത് വകുപ്പിലാണ് പെടുക? ഒരാൾ തനിക്കിഷ്ടമുള്ളത് ദാനം ചെയ്യുക, അതിനാണ് അള്ളാഹുവിൻ്റെ പ്രതിഫലം. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മ തുഹിബ്ബൂൻ. അതൊരാൾക്ക് കുറേ സാധിച്ചില്ല എങ്കിൽ എന്ത് ചെയ്യുക? കുറച്ചെങ്കിലും ചെറിയൊരു പൈസ, നമുക്ക് തീരെ പ്രയാസം തോന്നാത്തൊരു പണമെങ്കിലും ഒരാൾ സ്ഥിരമായി ദാനം ചെയ്യുക എന്നത് അള്ളാഹു ഇഷ്ടപ്പെടുത്ത വളരെ നല്ല സ്വഭാവമാണ്. ഒരാൾക്ക് കുറേ കൊടുക്കാൻ പ്രയാസമുണ്ട്, എന്ത് ചെയ്യുക? തീരെ കുറേ, നമുക്ക് യാതൊരു വീണുപോയാൽ പോലും പ്രയാസമില്ലാത്തൊരു പണമുണ്ട്, അതെങ്കിലും കൊടുക്കുക എന്നത് ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തി പറഞ്ഞ ദാനശീലരായ ആളുകളിൽ ഉൾപ്പെടാൻ സഹായിക്കുന്ന കാര്യമാണ്. അള്ളാഹു സ്വീകരിക്കും. അതേസമയം നോക്കൂ നിങ്ങൾ, ഇതിൻ്റെ അപ്പുറത്താണെന്ത്? ഒരാൾ തനിക്ക് ആവശ്യമുണ്ടായിട്ട് അത് കൊടുക്കുക എന്നുള്ളത്. അത് സുബ്ഹാനല്ലാഹ്, അതൊരാൾ നിർബന്ധമുള്ള കാര്യമല്ല, ഒരാൾക്ക് അള്ളാഹു വാജിബാക്കിയ കാര്യമല്ല. പക്ഷേ സുബ്ഹാനല്ലാഹ്, അതൊരാൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അയാളുടെ ഈമാൻ അങ്ങേറ്റം ദൃഢമാണ് എന്നതിൻ്റെ അടയാളമാണ്. അതാണ് അൻസാറുകൾ. അൻസാറുകളെ കുറിച്ച് അള്ളാഹു അതാണ് പറഞ്ഞിട്ടുള്ളത്. അവരെന്തും കൊടുക്കാൻ തയ്യാറായിരുന്നു, എന്തും മുഹാജിറുകൾക്ക് വേണ്ടി കൊടുക്കാൻ അവർ തയ്യാറായിരുന്നു. യാതൊരു പ്രയാസവും അവർക്ക് അതിൽ ഉണ്ടായിരുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് അവർക്ക് ഉന്നതമായ സ്ഥാനമാണ് അള്ളാഹുവിങ്കൽ ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ജനങ്ങൾ ഒരു താഴ്വരയിൽ പ്രവേശിക്കുകയും അൻസാറുകൾ മറ്റൊരു താഴ്വരയിൽ പ്രവേശിക്കുകയും ചെയ്താൽ ഞാൻ അൻസാറുകളുടെ താഴ്വരയിൽ പ്രവേശിക്കുമായിരുന്നു. അൻസാറുകളുടെ സ്ത്രീകളും കുട്ടികളൊക്കെ ഇങ്ങനെ നബി കാണുകയാണ്. അപ്പോൾ നബി പറഞ്ഞു അവരോട്, അൻതും അഹബ്ബുന്നാസി ഇലൈ, നിങ്ങളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നാസു ദിസാറുൻ വൽ അൻസാറു ഷിആർ. അന്നാസു ദിസാറുൻ വൽ അൻസാറു ഷിആർ. ജനങ്ങൾ ദിസാറാണ്. ദിസാർ എന്ന് പറഞ്ഞാൽ ഷിആർ എന്ന് പറഞ്ഞാൽ രണ്ടും വസ്ത്രമാണ്. അൻസാറുകൾ ഷിആറാണ്, ജനങ്ങൾ ദിസാറാണ്. ഷിആർ എന്നാൽ ശരീരത്തിനോട് ചേർത്ത് ധരിക്കുന്ന, ശരീരത്തിൽ തൊട്ട് നിൽക്കുന്ന വസ്ത്രം, അതിൻ്റെ മുകളിൽ ധരിക്കുന്നതാണ് ദിസാർ. അൻസാറുകൾ ഷിആറാണ്, അത്രയും അടുത്തിട്ടുള്ള ആളുകളാണ്. ജനങ്ങൾ ദിസാറാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
നബി മക്കയിലെത്തുകയും മക്ക കീഴടക്കുകയും ചെയ്തപ്പോൾ അൻസാറുകൾ പേടിച്ച് ഇനി നബി തിരിച്ചു വരികയില്ല, നബി മക്കയിൽ തന്നെ കഴിഞ്ഞേക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ജീവിതവും മരണവും നിങ്ങളോടൊപ്പം, ജീവിതവും മഹ്യാ വൽ മമാത്ത് രണ്ടും നിങ്ങളോടൊപ്പമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളോട് പറയുകയുണ്ടായി. സുബ്ഹാനല്ലാഹ്. അള്ളാഹു പറഞ്ഞു, വയുസിറൂന അലാ അൻഫുസിഹിം, അവർ അവരുടെ നഫ്സിനേക്കാൾ, സ്വന്തത്തെക്കാൾ മറ്റുള്ളവർക്ക് മുൻതൂക്കം നൽകും, മുഹാജിറുകൾക്ക് മുൻതൂക്കം നൽകും. വലൗ കാന ബിഹിം ഖസാസ, അവർക്ക് ആവശ്യമുണ്ടെങ്കിലും. വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, സ്വന്തം നഫ്സിൻ്റെ ഷുഹിൽ നിന്നൊരാൾ രക്ഷപ്പെട്ടാൽ അവരാണ് വിജയികൾ. അൻസാറുകൾ അങ്ങനെയുള്ളവരായിരുന്നു. അതിൻ്റെ ഉദാഹരണമാണ് ഈ നടന്ന സംഭവം. എന്താണ് ഷുഹ എന്ന് പറഞ്ഞാൽ? ഷുഹ എന്നാൽ അതിന് പിശുക്കെന്ന് പറയും, പക്ഷേ അത് കേവല പിശുക്കല്ല. ഷുഹ എന്നാൽ അത് ആർത്തിയോടെയുള്ള ഒരു തരം പിശുക്കാണ്. അത് മനുഷ്യനെ നശിപ്പിച്ച് കളയുന്ന കാര്യമാണ്. ഷുഹ എന്ന് പറഞ്ഞാൽ അതുള്ള ഒരു മനുഷ്യൻ തനിക്ക് അർഹതയില്ലാത്തത് നേടിയെടുക്കാനും കൊടുക്കാൻ ബാധ്യതപ്പെട്ടത് കൊടുക്കാതിരിക്കാനും ശ്രമിക്കും. ഷുഹുള്ള ഒരു മനുഷ്യൻ എന്ത് ചെയ്യും? തനിക്ക് അർഹതയില്ലാത്തത് നേടിയെടുക്കുക. എപ്പോഴും എവിടെയാണ് തനിക്ക് എന്താണ് കിട്ടാനുള്ളതെന്നായിരിക്കും അയാളുടെ ചിന്ത. എന്തൊക്കെ നേടിയെടുക്കാൻ പറ്റും, അതിൽ അർഹത ഉണ്ട് എന്നോ ഇല്ലാത്തതെന്നോ അവൻ പരിഗണിക്കുകയില്ല. അത് മോശമാണ്. എപ്പോഴും ഒരാൾ തൻ്റെ അവകാശങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കച്ച് നടക്കുക എന്നത് മോശമാണ്. ഒരാളുടെ ജീവിതം അതുകൊണ്ട് ബുദ്ധിമുട്ടിലാവുകയും ചെയ്യും. മറിച്ച് ആഫു ഫദ്ൽ എന്നതാണ് ഒരാൾക്ക് ജീവിതത്തിൽ റാഹത്ത് നൽകുക. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, വലാ തൻസവുൽ ഫദ്ല ബൈനക്കും, നിങ്ങൾ നിങ്ങൾക്കിടയിൽ ഫദ്ൽ മറന്നു പോകരുത്. എന്താ ഈ ഫദ്ൽ എന്ന് പറഞ്ഞാൽ? ഫദ്ൽ എന്നാൽ വിട്ടുകൊടുക്കുന്നത്, പൊട്ടേന്ന് വെക്കുന്നത്, അത് മറന്നു പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഹിമ അല്ലാഹു ഇംറഅൻ, അള്ളാഹു ഒരാൾക്ക് റഹ്മത്ത് കൊടുക്കട്ടെ, സംഹൻ ഇദാ ഇശ്തറ, സംഹൻ ഇദാ ബാഅ, സംഹൻ ഇദാ ഇശ്തറ, സംഹൻ ഇദാ ഇഖ്തദ, വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും അതുപോലെ കടം കൊടുക്കുന്നത് തിരിച്ചു വാങ്ങുമ്പോഴും ഒക്കെ സംഹായ ഒരു മനുഷ്യൻ. സംഹ എന്ന് പറഞ്ഞാൽ എന്താ? വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരാൾ, അയാൾക്ക് അല്ലാഹു റഹ്മത്ത് ചൊരിയട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. എല്ലാത്തിലും ഒരു ഇഞ്ച് വിട്ടുകൊടുക്കാത്ത, ഒരു പോയിൻ്റ് വിട്ടുകൊടുക്കാതിരിക്കുക എന്നത് അത് നല്ല സ്വഭാവമല്ല. ശരിയാണ്, ഒരാൾക്ക് അയാളുടെ ഹക്ക് വാങ്ങാം, അയാൾക്ക് അതിന് അനുവാദമുണ്ട്. പക്ഷെ അത് നല്ല കാര്യമല്ല. മാത്രമല്ല അത് അയാളുടെ ഇഹലോകത്തെ അയാൾക്ക് കുടിച്ചുണ്ടാക്കും, അയാളുടെ ജീവിതം അത് ഞെരുക്കമുണ്ടാവും. പരലോകത്ത് അല്ലാഹു റബ്ബുൽ ആലമീൻ അവന് വിട്ടുകൊടുക്കുന്നത് എന്തിലൂടെയാണ്? അവൻ വിട്ടുകൊടുക്കുന്നതിലൂടെയാണ്. സ്വല്ലല്ലാഹു അലൈഹി ഹദീസ് കേട്ടിട്ടില്ലേ നിങ്ങൾ? ഒരാൾ പാപിയായ ഒരു മനുഷ്യനായിരുന്നു, തിന്മകൾ ചെയ്ത ഒരാളായിരുന്നു, പക്ഷേ അയാൾക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അയാൾ കച്ചവടക്കാരനാണ്. അയാൾ പണം തിരിച്ചു വാങ്ങാൻ തൻ്റെ ആളുകളെ, തൻ്റെ ജോലിക്കാരെ പറഞ്ഞേക്കുമ്പോൾ പറയും, ബുദ്ധിമുട്ടുള്ള ആളെ കണ്ടാൽ വല്ലാതെ കടുംപിടുത്തം പിടിക്കണ്ട, വിട്ടുകൊടുത്തേക്കണം. പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഞാനാണ് വിട്ടുകൊടുക്കുന്നവൻ, ഞാനാണ് വിട്ടുകൊടുക്കുന്നത്. അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കുമെന്നാണ്. അയാൾ പാപിയായ ഒരു മനുഷ്യനായിരുന്നു, പക്ഷേ ഈ ഒരു നല്ല സ്വഭാവം അയാൾക്ക് ഉണ്ടായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ ഷുഹ് അതിൽ നിന്നൊരാൾ രക്ഷപ്പെടുക എന്നത് ആർത്തിയോടെയുള്ള പിശുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അർഹത ഉണ്ടെന്നോ ഇല്ലെന്നോ നോക്കാതെ നേടിയെടുക്കാൻ ശ്രമിക്കുക, കൊടുക്കാൻ ബാധ്യതപ്പെട്ടത് കൊടുക്കാതിരിക്കുക. ഇതിലേക്കൊരാൾ നയിക്കുന്ന പിശുക്കാണ് ഷുഹ് എന്ന് പറയുന്നത്. അള്ളാഹു ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ്, വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആരെങ്കിലും ആ ഷുഹിൽ നിന്ന്, സ്വന്തം നഫ്സിൻ്റെ പിശുക്കിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അവരാണ് വിജയികൾ. അൻസാറുകളെ കൂട്ടത്തിലായിരുന്നു. അപ്പം നോക്കൂ, അള്ളാഹു റബ്ബുൽ ആലമീൻ ഇവരെ നോക്കി ഇവരോട് ചിരിക്കുമെന്ന് ഹദീസിൽ വന്നിരിക്കുന്നു. സഹോദരങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ഒരാൾ തൻ്റെ റബ്ബിനെക്കുറിച്ച്, റബ്ബ് പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അതാകട്ടെ അള്ളാഹുവിനെക്കുറിച്ച് അവൻ വിശ്വസിച്ചാൽ അവൻ്റെ റബ്ബിനെക്കുറിച്ചുള്ള അവൻ്റെ വിചാരവും അള്ളാഹുവിലുള്ള അവൻ്റെ പ്രതീക്ഷയുമൊക്കെ ഏറ്റവും മനോഹരമായി തീരുകയാണ്. അള്ളാഹു ചിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു മുഅ്മിൻ, ഇല്ല അങ്ങനെ എൻ്റെ റബ്ബിനൊരു വിശേഷണമില്ല എന്ന് വിശ്വസിക്കുന്ന വേറൊരുത്തൻ, രണ്ടുപേരുടെയും കൽബിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. ഒരാളുടേത് എത്ര വരണ്ട ഹൃദയമാണ്, അവൻ്റെ ഈമാൻ എത്ര വരണ്ടതാണ്. മറ്റയാളുടെ ഈമാൻ സുബ്ഹാന എത്ര കുളിർമയുള്ള, അവൻ ആശ്വാസം പകരുന്ന, റബ്ബിനോട് സ്നേഹമുണ്ടാക്കുന്ന ഈമാൻ. കാരണം അവൻ്റെ റബ്ബിനെ കുറിച്ച് അവൻ എന്ത് വിശ്വസിക്കുന്നു?
ചിരിക്കുന്നവനാണ് എൻ്റെ റബ്ബ്. അബൂ റസീൻ റളിയല്ലാഹുവിൻ്റെ വാക്കിലുള്ളതുപോലെ അങ്ങനെയുള്ള റബ്ബിൽ നിന്നൊരു ഖൈർ നഷ്ടപ്പെടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇതാണ് സുബ്ഹാനല്ലാഹ് അഹ്ലുസുന്നത്തിൻ്റെ ഹൃദയങ്ങൾ അഹുൽ ബിദ്അൻ്റെ ഹൃദയങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അഹ്ലുസുന്ന ഏറ്റവും നല്ല ഹൃദയങ്ങളുള്ളവരാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ ആറഫുൻ നാസി ബിൽ ഹഖ് വഅർഹമുഹും ബിൽ ഖൽഖ്. അഹ്ലുസുന്നത്താണ് ആര്? ആറഫുഹും ബിൽ ഹഖ്, ജനങ്ങളിൽ ഏറ്റവും സത്യം മനസ്സിലാക്കിയവർ, സത്യം ഏറ്റവും നന്നായി മനസ്സിലാക്കിയവരും വഅർഹമുഹും ബിൽ ഖൽഖ്, പടപ്പുകളോട് ഏറ്റവും റഹ്മത്തുള്ളവരും അവരാണ്. അഹ്ലുസുന്നത്താണ് യഥാർത്ഥത്തിൽ അവരാണ്. സത്യം ഏറ്റവും മനസ്സിലാക്കിയവർ പടപ്പുകളുടെ ഏറ്റവും റഹ്മത്തുള്ളവരും അവരാണ്. കാരണം അവരുടെ മുഖത്ത്, അവരുടെ ഹൃദയങ്ങളിൽ ജനങ്ങളെ രണ്ട് കണ്ണുകൾ കൊണ്ടാണ് അവർ നോക്കുന്നത്. ഷറഈൻ്റെ കണ്ണുകൊണ്ടും ഖദറിൻ്റെ കണ്ണുകൊണ്ടും. ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹ് അദ്ദേഹം തന്നെ ഇത് പറഞ്ഞത് കാണാം. ഷറഈൻ്റെ കണ്ണുകൊണ്ട്, ദീനിയായി അള്ളാഹു വെച്ച നിയമങ്ങളുടെ കണ്ണുകൊണ്ട് നീ അവരെ നോക്കണം. ആ നോട്ടത്തിൽ നിനക്കെന്തൊക്കെയാണ് നിൻ്റെ ബാധ്യത? സത്യത്തോടെ അവരുടെ അടുപ്പമനുസരിച്ചാണ് നിനക്ക് അവരോട് സ്നേഹമുണ്ടാകേണ്ടത്, നിനക്ക് അവരോട് അകൽച്ച ഉണ്ടാകേണ്ടത്, അതുപോലെ അവരെ ഉപദേശിക്കേണ്ടത്. ഉപദേശത്തിനപ്പുറം ഹക്കും ബാത്തിലും തമ്മിലുള്ള പോരാട്ടമുണ്ടായാൽ അതിൽ നീ നിൽക്കേണ്ടതൊക്കെ ഷറഈനനുസരിച്ചാണ്. അതേസമയം അള്ളാഹിൻ്റെ ഖദറിൻ്റെ കണ്ണുകൊണ്ടുള്ളൊരു നോട്ടമുണ്ടത്. എന്താണത്? അള്ളാഹിൻ്റെ വിധിയാണ് ഇവരിങ്ങനെ ആയിട്ടുള്ളത്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നീയും അങ്ങനെ ആകുമായിരുന്നു. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ നിനക്ക് പുറത്തുള്ള ആളുകളോട്, ബദാലത്തിൽ കഴിയുന്ന ആളുകളോട് തോന്നുന്ന ഒരു റഹ്മത്തുണ്ട്, കാരുണ്യമുണ്ട്, അവർ നന്നാകണമെന്ന ആഗ്രഹമുണ്ട്, അവരോടുള്ള നസീഹത്തുണ്ട്. അള്ളാഹുവിൻ്റെ നബിമാർ ജനങ്ങളോട് പറഞ്ഞതുപോലെ, നബിമാർ ജനങ്ങളോട് പറഞ്ഞത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാണ്, വഅന ലക്കും നാസിഹുൻ അമീൻ, ഞാൻ നിങ്ങളോട് നസീഹത്തുള്ള ഗുണകാംക്ഷയുള്ള ആളാണ്, അമീനുൻ, വിശ്വസ്തനായ ആളാണ്. അതുകൊണ്ട് നീ നിൻ്റെ നാട്ടുകാരായ, നിൻ്റെ അപ്പുറത്തിപ്പുറത്തും ജീവിക്കുന്ന ഷിർക്കിലും കുഫറിലുമൊക്കെ കഴിയുന്ന ആളുകൾ ഹിദായത്തിലാകാൻ നീ ആഗ്രഹിക്കണം. ഇവരുടെ സത്യം മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് നീ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. ജനങ്ങൾ ഹിദായത്തിലായി കിട്ടാൻ നബി അങ്ങേയറ്റം ആഗ്രഹിച്ചിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റബ്ബ് പറയുന്നത്, നീ നിൻ്റെ നഫ്സ്, ജീവൻ തന്നെ അതിനുവേണ്ടി നഷ്ടപ്പെടുത്തിയേക്കാം. നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർ വിശ്വസിക്കാത്ത പ്രയാസം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജീവിതം, നബി മരിച്ചു പോയേക്കാം എന്നാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, പ്രയാസം കൊണ്ട്. അപ്പോൾ നോക്കൂ, അതുകൊണ്ട് നീ നിൻ്റെ നാട്ടുകാരെ ശിരിക്കിലും കുഫറിലും ഇനി ബിദ്അത്തിനും കഴിയുന്ന ആളുകൾ ഷറഈൻ്റെ കണ്ണുകൊണ്ട് നോക്കണം, ശരിയാണ്. അപ്പോൾ നിനക്ക് അവരുടെ നിലപാടെന്തായിരിക്കും? അതൊക്കെ അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഖദറിൻ്റെ ഒരു കണ്ണുകൊണ്ടുള്ള നോട്ടം നിനക്ക് അവരോടുണ്ടായിരിക്കണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, വജഅൽ ലിവജ്ഹിക മുഖ്ലതൈനി കിലാഹുമാ മിൻ ഖശിയത്തി റഹ്മാനി ബാക്കിയതാനി, നീ രണ്ട് കണ്ണുകൾ നിനക്കുണ്ടായിരിക്കട്ടെ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ കരയുന്ന രണ്ട് കണ്ണുകൾ. ലൗ ശാഅ റബ്ബുക കുൻത അയ്ളൻ മിസ്ലഹും, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നീയും അങ്ങനെ ആയനെ. ഇന്നൽ ഖുലൂബ ബി അസാബിഇ റഹ്മാനി, കാരണം ഹൃദയങ്ങൾ റഹ്മാനായ അള്ളാഹുവിൻ്റെ വിരലുകൾക്കിടയിലാണ്. അതുകൊണ്ട് നോക്കൂ, ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിനെക്കുറിച്ചുള്ള യഥാർത്ഥ വിശ്വാസമാണ് നമ്മുടെ ഹൃദയം നന്നാക്കുക. ഒരാളെ തിന്മകളിൽ നിന്ന് യഥാർത്ഥത്തിൽ രക്ഷപ്പെടുത്തുക അള്ളാഹുവിനെക്കുറിച്ചുള്ള, അവൻ്റെ വിശേഷണങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥ വിശ്വാസമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, മുസ്ലിം ഉമ്മത്തിൽ തിന്മകൾ, വൃത്തികേടുകൾ വ്യാപകമായത്. ഇത്രയധികം വ്യാപിച്ചത് ജനങ്ങളിൽ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ നിഷേധിക്കുന്ന ബിദ്അത്തിൻ്റെ കക്ഷികൾ പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ്. ബിദ്അത്തിൻ്റെ കക്ഷികൾ, അശ്അരിയ്യത്ത്, ജഹ്മിയ്യത്ത്, ഇവരൊക്കെ പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് മുസ്ലിം ഉമ്മത്തിൽ ഈ വിധം തിന്മകൾ വ്യാപിച്ചത്. അതിനു മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ നോക്കൂ, പ്രശ്നം എന്താണ്? ആളുകൾ അവരുടെ അഖീദ ശരിയാക്കാത്തതാണ്. അതിനാണ് അടിസ്ഥാനം. അവിടെയാണ് അടിസ്ഥാനം. അള്ളാഹുവിനെക്കുറിച്ച് നീ ഏറ്റവും നന്നായി മനസ്സിലാക്കുകയും അള്ളാഹുവിനെക്കുറിച്ച് ഏറ്റവും അധികം ഓർക്കുകയും ചെയ്താലാണ് നിനക്ക് എന്ത് സാധിക്കുക? തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കുക. ശരിയാണ്, ഇതെല്ലാം അറിഞ്ഞതുകൊണ്ട് മാത്രം നിനക്ക് തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കുകയില്ല. അറിഞ്ഞതുകൊണ്ട് മാത്രം സാധിക്കുകയില്ല. വേറൊന്നു കൂടി വേണ്ടതുണ്ട്.
അതെന്താണ്? അത് അസീമത്താണ്. അസീമത്ത് എന്നാൽ എന്താണ്? നിശ്ചയദാർഢ്യം. അത് കയ്യിലെപ്പോഴും ഉണ്ടായിരിക്കും. അതൊന്നും വിട്ടുപോയാൽ തിന്മകൾ സംഭവിക്കും. അറിയാഞ്ഞിട്ടല്ല, അറിയാം, പക്ഷെ ആ സന്ദർഭത്തിൽ അവനത് വിട്ടുപോവുകയാണ്. അസീമത്തിൻ്റെ കുറവ്. ആ സമയത്ത് അവൻ്റെ ആക്കിൽ അവൻ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. തിന്മ സംഭവിക്കുമ്പോൾ ആ സമയത്ത് അവൻ്റെ ആക്കിൽ ബുദ്ധി അവൻ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അവനറിയാം ഇത് നശ്വരമാണ്, ആ അറിവ് അവനുണ്ട്, ഇത് എനിക്ക് ഉപദ്രവം ഉണ്ടാക്കും, എൻ്റെ ശാശ്വത സുഖം ഇതുകൊണ്ട് നഷ്ടം, ആ അറിവൊക്കെ അവനുണ്ട്. പക്ഷെ ചില സന്ദർഭത്തിൽ അത് കയ്യിൽ നിന്ന് വിട്ടുപോകും. അത് അസീമത്തിൻ്റെ കുറവാണ്, ഒരു മനുഷ്യൻ്റെ ആക്കിലിൻ്റെ കുറവാണ്, ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ ബുദ്ധിയുടെ കുറവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഒരു ദുആ നിങ്ങൾ കേട്ടിട്ടില്ലേ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക الثبات في الأمر والعزيمة على الرشد. അല്ലാഹുവേ, ഞാൻ നിന്നോട് ഈ ദീനിൽ സബാത്ത് ചോദിക്കുന്നു, എപ്പോഴും ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ്. കഴിഞ്ഞില്ല. والعزيمة على الرشد, റുഷ്ദിൽ സന്മാർഗത്തിലുള്ള അസീമത്ത് നിശ്ചയദാർഢ്യം അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കും, വിട്ടുപോകാതിരിക്കാനുള്ള തൗഫീഖ്. ഷദ്ദാദ് ഇബ്നുൽ ഹാദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ പറഞ്ഞു, ഓ ഷദ്ദാദ്, ജനങ്ങളൊക്കെ സ്വർണവും വെള്ളിയും കൂമ്പാരമായി കൂട്ടുന്നത് കണ്ടാൽ ഈ ദുആ നീ നിധിയായി കൂട്ടിക്കൊള്ളുക. اللهم إني أسألك ثبات في الأمر والعزيمة على الرشد وأسألك موجبات رحمتك وعزائم مغفرتك وأسألك شكر نعمتك وحسن عبادتك وأسألك قلبا سليما ولسانا صادقا وأسألك من خير ما تعلم وأعوذ بك من شر ما تعلم وأستغفرك لما تعلم إنك أنت علام الغيوب. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയിനെ കുറിച്ച് പറഞ്ഞു, ജനങ്ങൾ സ്വർണവും വെള്ളിയും നിധിയായി കുന്നുകൂട്ടുമ്പോൾ നീ ഈ ദുആ നിധിയായി കുന്നുകൂട്ടിക്കൊള്ളുക. അങ്ങനത്തെ ദുആണ്. അത് തുടങ്ങുന്നത് എങ്ങനെ? വമിൻ അസ്അലുക الثبات في الأمر والعزيمة على الرشد. അപ്പോൾ നോക്കൂ, ഞാൻ പറഞ്ഞു വന്നത്, മുഅ്മിനിന് ഈ അറിവ്, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് അവനെ തിന്മയിൽ നിന്ന് യഥാർത്ഥത്തിൽ പിന്നോട്ട് വലിക്കുന്ന കാര്യമാണ്. തിന്മ സംഭവിച്ചു പോയാൽ വേഗം തിരുത്താൻ അവനെ പ്രേരിപ്പിക്കുന്ന കാര്യമാണ്. അതിനർത്ഥം എന്തല്ല, ഇത് പഠിച്ചാൽ ഒരാൾക്ക് ഒരിക്കലും തിന്മ സംഭവിക്കില്ല എന്നല്ല. അത് മറ്റൊരു ഒരു കാരണം കൂടി അതിന് പിന്നിലുണ്ട്. അസീമത്ത് കുറഞ്ഞു പോവുക, അതുപോലെ ദുനിയാവിനെക്കുറിച്ചുള്ള ചിന്തകൾ അവന് വരിക, പിശാച് അവനെ പ്രേരിപ്പിച്ചു കൊണ്ടേയിരിക്കുക, ഗഫ്ലത്ത് സംഭവിക്കുക, അശ്രദ്ധ സംഭവിക്കുക. ഇതിനെല്ലാം ഇടയിൽ ഒരാൾക്ക് നന്മയിൽ ഉറച്ചു നിൽക്കണോ? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ആകാശത്തെ ഭൂമിയിലേക്ക് വീഴാതെ പിടിച്ചു വെച്ച റബ്ബാരോ അവന് മാത്രമേ അവൻ്റെ കൽബിനെ പിടിച്ചു വെക്കാൻ പറ്റൂ. റബ്ബിന് മാത്രമേ അവൻ്റെ കൽബിനെ ഈ പ്രേരണകൾക്കെല്ലാം ഇടയിൽ, ദുനിയാവ്, ശൈത്താൻ, നമ്മുടെ അശ്രദ്ധ, ഇതിനെല്ലാം ഇടയിൽ കൽബിനെ പിടിച്ചു വെക്കാൻ ആർക്കേ സാധിക്കൂ? ആകാശത്തെ അൻതഖ അലൽ അർദ്, ഭൂമിയിലേക്ക് വീഴാതെ പിടിച്ചു വെക്കുന്നു റബ്ബ് എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞു. നമ്മളതുപോലെ വിശ്വസിക്കുന്നു. അതുപോലെ വിശ്വസിക്കുന്നു. എന്ത്? ആകാശത്തെ അള്ളാഹു ഭൂമിയിലേക്ക് വീഴാതെ പിടിച്ചു വെക്കുന്നു. ആകാശത്തിൻ്റെ കോലം ഇങ്ങനെയാണ്, ഭൂമിയുടെ രൂപം ഇങ്ങനെയാണ് എന്ന് സയൻസ് നമുക്ക് എന്ത് പറഞ്ഞു എന്നാൽ നമ്മളെന്ത് വിശ്വസിക്കുന്നു? അള്ളാഹു ആകാശത്തെ ഭൂമിയിലേക്ക് വീഴാതെ പിടിച്ചു വെക്കുന്നു. അള്ളാഹു ഖുർആനിൽ പറഞ്ഞാൽ വിശ്വസിക്കാൻ നിർബന്ധമാണ്. മനസ്സിലായില്ലേ? ആ പിടിച്ചു വെക്കുന്ന റബ്ബാരോ, അവനല്ലാതെ ഹൃദയത്തെ നന്മയിൽ പിടിച്ചു വെക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അവനിൽ നിന്നാണ് തുടക്കം, അവനിലേക്കാണ് നമുക്ക് തിരിച്ചു പോകാനുള്ളത്, അവനോടാണ് അഭയം തേടാനുള്ളത്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ഹൃദയങ്ങളെ നന്മയിൽ പിടിച്ചു നിർത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക الثبات في الأمر والعزيمة على الرشد ونسألك موجبات رحمتك وعزائم مغفرتك ونسألك شكر نعمتك وحسن عبادتك ونسألك قلوبا سليما وألسنة صادقة ونسألك من خير ما تعلم ونعوذ بك من شر ما تعلم ونستغفرك لما تعلم إنك أنت علام الغيوب. إن شاء الله ഈ കിതാബിൽ ബാക്കി നമുക്ക് വരുന്ന ദർസിൽ വിശദീകരിക്കാം. والله تعالى عالم. صلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.